100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം അലങ്കോലമാക്കിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം. ADGPയുടെ റിപ്പോർട്ടിൽ വിയോജിച്ച DGP വിശദാന്വേഷണത്തിന് ശുപാർശ നൽകി. പൂരം കലക്കാൻ മുന്നിൽ നിന്നത് ദേവസ്വങ്ങളാണെന്ന ADGPയുടെ റിപ്പോർട്ടിൽ പ്രതിഷേധം ശക്തം. ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യത്തിൽ ഉറച്ച് കോൺഗ്രസ്. സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന്. തൃശൂർ പൂര വിവാദം സജീവ ചർച്ചയായേക്കും. MR അജിത് കുമാറിനെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് CPI ആവശ്യപ്പെട്ടേക്കും. M മുകേഷിന്റെ അറസ്റ്റും ചർച്ചയ്ക്ക്. ജമ്മുകശ്മീരിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന്. വോട്ടെടുപ്പ് 6 ജില്ലകളിലെ 26 മണ്ഡലങ്ങളിൽ. പോളിംഗ് ബൂത്തിലെത്തുന്നത് 25 ലക്ഷത്തിലധികം വോട്ടർമാർ. രണ്ടാം ഘട്ടത്തിലും മികച്ച പോളിംഗ് പ്രതീക്ഷിച്ച് രാഷ്ട്രീയ പാർട്ടികൾ. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ഇന്നും തുടരും. ലോക സാന്നിധ്യം കണ്ടെത്തിയ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ. മഴ വെല്ലുവിളിയാകുമോ എന്ന ആശങ്കയിൽ ദൗത്യസംഘം. വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനൊരുങ്ങി കോൺഗ്രസും UDFും. DCC കോർ കമ്മിറ്റിയും UDF നേതൃയോഗവും ഇന്ന് ചേരും. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് പുറമെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ചർച്ചയാകും. ഇറിഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് യുവാവിനെ മർദ്ദിച്ചുവെന്ന സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. കണ്ണൂർ സ്വദേശികളായ പ്രതികൾക്ക് വേണ്ടി തെരച്ചിൽ ആരംഭിച്ചു പോലീസ്. പ്രതികൾ കണ്ണൂരിലേക്ക് കടന്നുവെന്ന് വിവരം. കണ്ണൂരിലും സമീപ ജില്ലകളിലും പരിശോധന ശക്തമാക്കി പോലീസ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട്. അടുത്ത 7 ദിവസം വരെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. സ്പാനിഷ് ലീഗിൽ വിജയക്കുതിപ്പ് തുടർന്ന് റയൽ മാഡ്രിഡ് അലാവസിനെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഇന്ന് ബാഴ്സലോണ ഗെറ്റാഫ പോരാട്ടം. മത്സരം രാത്രി 12:30. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. അന്തരിച്ച മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം പഠനത്തിന് വിട്ടുകൊടുക്കുന്നതിൽ തീരുമാനം ഇന്നറിയാം. അന്തിമ തീരുമാനം 3 മക്കളുടെയും ഭാഗം കേട്ടതിനു ശേഷം. പ്രതികൂല തീരുമാനമുണ്ടായാൽ കോടതിയെ വീണ്ടും സമീപിക്കാൻ ആശ ലോറൻസ്. ജലോത്സവാവേശത്തിൽ പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി വള്ളം കളിക്ക് ഇനി 3 പകലുകളുടെ കാത്തിരിപ്പ്. ജലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് മുൻ ഡീനെയും മുൻ അസിസ്റ്റന്റ് വാർഡനെയും തിരിച്ചെടുത്തു. തീരുമാനം മാനേജ്മെന്റ് കൗൺസിലിന്റേത്. വിയോജിപ്പ് അറിയിച്ച യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറും ഫാക്കൽറ്റി ഡീനും. കോഴിക്കോട് പേരാമ്പ്രയിൽ DRI റെയ്ഡ്. സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് 3.22 കോടി രൂപ പിടിച്ചെടുത്തു. 2 പേർ കസ്റ്റഡിയിൽ. തിരുവനന്തപുരം ആഴാകുളം അടിപ്പാതയ്ക്ക് സമീപം മാലിന്യം വലിച്ചെറിയുന്നതായി പരാതി. വഴിവിളക്കുകളില്ലാത്ത പാതയിൽ മാലിന്യം വലിച്ചെറിയുന്നത് രാത്രിയുടെ മറവിൽ. അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ. കൊല്ലം ആശ്രാമം ലിങ്ക് റോഡിൽ യാത്ര ദുരിതം. പ്രതിസന്ധിയായി ഓട നിർമ്മാണത്തിലെ അനിശ്ചിതത്വം. ജനങ്ങളെ ദുരിതത്തിലാക്കി ഓടയിലെ വെള്ളക്കെട്ടും മാലിന്യവും. പ്രളയത്തിൽ സമീപ പാത ഒലിച്ചുപോയ പത്തനംതിട്ട കോമളം പാലത്തിന്റെ പുനർനിർമ്മാണം പുരോഗമിക്കുന്നു. 2025 മാർച്ചിന് മുമ്പായി പാലം നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ആകെ ചെലവ് 10.18 കോടി രൂപ. കോടികൾ മുടക്കി നിർമ്മിച്ച തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടേഴ്സ് ഇല്ല. വലഞ്ഞ് രോഗികൾ. പ്രതിസന്ധിക്ക് കാരണം സ്റ്റാഫ് പാറ്റേൺ വർദ്ധിപ്പിക്കാത്തത്. നിർമ്മാണം തുടങ്ങി 5 വർഷം കഴിഞ്ഞിട്ടും തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ ശുചിമുറി അടഞ്ഞു തന്നെ. ശുചിമുറി തുറക്കണമെന്നാവശ്യപ്പെട്ടിട്ടും നഗരസഭയുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ല എന്ന് വിമർശനം. പുതിയ ശുചിമുറി തുറക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് യാത്രക്കാർ. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനായി പൊളിച്ച റോഡുകൾ തകർന്നതോടെ പെരുമ്പിലാവ് അംബേദ്കർ നഗർ റോഡിലൂടെയുള്ള ഗതാഗതം ദുരിതത്തിൽ. അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തം. കോഴിക്കോട് കാരക്കുറ്റിയിൽ നീന്തൽ പരിശീലന കുളത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. യങ്സ്റ്റാർ കാരക്കുറ്റിയുടെ നേതൃത്വത്തിലാണ് കുളം നിർമ്മിക്കുന്നത്. സംസ്ഥാനത്തെ 12 ആശുപത്രികൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചു. ഇതോടെ ആകെ 187 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് NQAS സർട്ടിഫിക്കേഷനും 12 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ലക്ഷ്യ സർട്ടിഫിക്കേഷനും ലഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. പെരുമ്പാവൂർ ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ വെറ്റിനറി ഡിസ്പെൻസറിയുടെ ഉദ്ഘാടനം ഇന്ന്. മന്ത്രി J. ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. പക്ഷിമൃഗാദികൾക്ക് ആവശ്യമായ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാക്കും. തിരുവനന്തപുരം കാഞ്ഞിരംകുളം ഗവൺമെന്റ് കോളേജിലെ KSU പ്രവർത്തകന് മർദ്ദനം. യൂണിറ്റ് പ്രസിഡന്റ് ഫൈസലിനാണ് മർദ്ദനമേറ്റത്. കോളേജിലെ SFI മുൻ യൂണിറ്റ് പ്രസിഡന്റ് അഖിലാണ് മർദ്ദിച്ചത്.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്ന CH മുഹമ്മദ് കോയ ചെയർ ഫോർ സ്റ്റഡീസ് ഓൺ ഡെവലപ്പിംഗ് സൊസൈറ്റീസ് സംഘടിപ്പിക്കുന്ന CH മുഹമ്മദ് കോയ ദേശീയ സെമിനാർ ഈ മാസം 26-27 തീയതികളിലായി നടക്കും. യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ സെമിനാർ കോംപ്ലക്സ് നടക്കുന്ന പരിപാടി സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ P. രവീന്ദ്രൻ അധ്യക്ഷനാകും. പിറവം BPC കോളേജിൽ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. കോളേജ് മാനേജർ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രോപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. കോളേജിന്റെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളും മാനേജ്മെന്റ് പ്രതിനിധികളും അടക്കം 1000-ലധികം പേർ ഒത്തുകൂടി. വിവിധ കലാപരിപാടികളും അരങ്ങേറി. CISCE കൗൺസിൽ സംഘടിപ്പിച്ച ഫ്രാങ്ക് ആന്റണി മെമ്മോറിയൽ ദേശീയതല ഡിബേറ്റിന്റെ ഫൈനൽ മത്സരം തിരുവനന്തപുരം കവടിയാർ ക്രൈസ്റ്റ് നഗർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 12 സ്കൂളുകൾ പങ്കെടുത്തു. ഡോക്ടർ ജോസഫ് ഇമ്മാനുവൽ, ജവഹർ S എന്നിവർ അതിഥികളായി എത്തി. മലപ്പുറം കൽപ്പകഞ്ചേരി കല്ലിങ്ങൽ പറമ്പ് MSM ഹയർ സെക്കൻഡറി NSS യൂണിറ്റിന് കീഴിൽ NSS ദിനാചരണം നടത്തി. പ്രിൻസിപ്പൽ ഷാജി ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ NSS മുൻ ജില്ലാ കോർഡിനേറ്റർ സക്കറിയ മുഖ്യാതിഥിയായി. വിദ്യാർത്ഥികൾ സമാഹരിച്ച വയനാട് ദുരിതാശ്വാസ ഫണ്ട് കൈമാറ്റവും നടന്നു. അമർനാഥ് പള്ളത്ത് ഇംഗ്ലീഷിൽ എഴുതിയ KP സുധീര ഹേഡ്സ് ഇംപ്രിന്റ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള കേരള മനുഷ്യാവകാശ കമ്മിറ്റി ജുഡീഷ്യൽ അംഗമായ ബൈജുനാഥിന് പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല VC ഡോക്ടർ L. സുഷമ അധ്യക്ഷയായി. കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് മുഖ്യാതിഥിയായി. കാസർഗോഡ് കരിന്തളം മുതൽ വയനാട് വരെ 400 kV ഇലക്ട്രിക് ലൈൻ സ്ഥാപിക്കുന്നതിലൂടെ നഷ്ടം സംഭവിക്കുന്ന സാധാരണക്കാർക്ക് അർഹിക്കുന്ന നഷ്ടപരിഹാരം ഗവൺമെന്റ് നൽകണമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. കർഷകരെ ബലിയാടാക്കിക്കൊണ്ട് പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ. കൊട്ടാരക്കര വിശ്വകർമ്മ സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ദിനം ആചരിച്ചു. ചടങ്ങ് KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കൊടിക്കുന്നിൽ സുരേഷ് MP, PS സുപാൽ MLA, BJP കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വയക്കൽ സോമൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വൈക്കം ഉദയനാപുരം ഹോളി റെസിഡൻസ് അസോസിയേഷൻ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. പാലാരിവട്ടം അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുമായി ചേർന്നാണ് നേത്രപരിശോധനാ ക്യാമ്പ് നടത്തിയത്. ശിവഗിരി മഠം ഉദയനാപുരം ശ്രീനാരായണ കേന്ദ്രം ഡയറക്ടർ ആര്യനന്ദ നേത്രപരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ വയോധികരടക്കം 200 പേർ പങ്കെടുത്തു. നാട്യകലാ സർവഭൗമൻ ഗുരു പൈങ്കുളം രാമചാക്യാർ അനുസ്മരണം പാഞ്ഞാൽ ഗ്രാമീണ വായനശാലയിൽ നടന്നു. അനുസ്മരണ സമ്മേളനം പ്രൊഫസർ CN നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. രമേശൻ നമ്പീശൻ അധ്യക്ഷനായി. വയനാട്ടിലെ ദുരിതബാധിതരായ 900 കുടുംബങ്ങൾക്ക് സഹായമെത്തിച്ച് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ. മണ്ണിടിച്ചിൽ ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ ഉപമേധാവി ജെയിംസ് ഗാഡ്ബർ ദുരിതബാധിതർക്ക് വാഷിംഗ് കിറ്റുകളും ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങളും കൈമാറി. നോക്കാം പ്രധാന അറിയിപ്പുകൾ. വടകര മണിയൂർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം ഇന്ന് രാവിലെ 10 കോളേജ് ഓഫീസിൽ നടക്കും. തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ MTech MArch കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. സ്പോട്ട് അഡ്മിഷൻ നാളെ നടക്കും. കേരള വനിതാ കമ്മീഷൻ ഇടുക്കി ജില്ലാ അദാലത്ത് ഇന്ന്. ഇടുക്കി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ രാവിലെ 10 അദാലത്ത് ആരംഭിക്കും. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ അഡ്വാൻസ്ഡ് ട്രെയിനിംഗ് പ്രോഗ്രാം ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്ന പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ നൽകേണ്ട അവസാന തീയതി അടുത്ത മാസം 2. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ വിവിധ തസ്തികയിലേക്ക് അഭിമുഖം നടത്തുന്നു. അഭിമുഖം ഈ മാസം 27. മലപ്പുറം മേലാറ്റൂർ പാണ്ടിക്കാട് റോഡിലെ റെയിൽവേ ലെവൽ ക്രോസിംഗ് ഗേറ്റ് ഇന്ന് രാവിലെ 10 മുതൽ നാളെ രാവിലെ 10 വരെ അടച്ചിടും. അറ്റകുറ്റപ്പണികൾക്കായാണ് ലെവൽ ക്രോസ് അടച്ചിടുന്നത്. മലപ്പുറം GIAFD കുറ്റിപ്പുറം സെന്ററിൽ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ്സ് ടെക്നോളജി കോഴ്സിലേക്ക് ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. അഭിമുഖം ഇന്ന് രാവിലെ 10 മണിക്ക് നടക്കും. നോക്കാം ഇനി ദേശീയ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ സോനിപത്തിൽ റാലിയിൽ പങ്കെടുക്കും. BJP വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ ജനങ്ങൾ തയ്യാറെടുത്തു കഴിഞ്ഞുവെന്ന് മോദി. ഹരിയാനയിൽ ഭരണ തുടർച്ച ഉറപ്പെന്ന് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി. ബ്രാഹ്മണ പിന്തുണ BJPക്കുണ്ട്.
കോൺഗ്രസിനെ സംസ്ഥാനത്ത് നിന്ന് തൂത്തെറിയുമെന്നും സൈനി. കർണാടക ഹൈക്കോടതി ജഡ്ജിയുടെ വിവാദ പരാമർശത്തിൽ സ്വമേധയാ എടുത്ത കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് വി ശ്രീശാനന്ദയുടെ പരാമർശത്തിൽ കർണാടക ഹൈക്കോടതിയോട് സുപ്രീം കോടതി റിപ്പോർട്ട് തേടിയിരുന്നു. പിൻവലിച്ച കാർഷിക ബില്ലുകൾ തിരികെ കൊണ്ടുവരണമെന്ന് കങ്കണ റണാവത്ത് MP. ബിൽ തിരികെ കൊണ്ടുവരാൻ കർഷകർ സർക്കാരിനോട് ആവശ്യപ്പെടണമെന്നും കങ്കണ. കർഷകരുടെ നന്മയാണ് തന്റെ ലക്ഷ്യമെന്നും കങ്കണ. കാർഷിക ബില്ലുകളെ പിന്തുണച്ച BJP MP കങ്കണ റണാവത്തിനെ വിമർശിച്ചു കോൺഗ്രസ്. പ്രധാനമന്ത്രിയും കങ്കണയും എത്ര ശ്രമിച്ചാലും കാർഷിക ബില്ലുകൾ തിരികെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് മറുപടി. ട്രെയിൻ അപകടങ്ങളെ നേരിടാൻ പുതിയ പദ്ധതിയുമായി ഇന്ത്യൻ റെയിൽവേ. റെയിൽ രക്ഷക് ദൾ എന്ന പേരിൽ ക്വിക്ക് റെസ്പോൺസ് ടീം രൂപീകരിച്ചു. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കുകയാണ് ലക്ഷ്യം. E&Y കമ്പനിയുടെ പൂനെ ഓഫീസ് പ്രവർത്തിച്ചത് അനുമതിയില്ലാതെയെന്ന് കണ്ടെത്തൽ. മഹാരാഷ്ട്ര ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അനുസരിച്ചുള്ള രജിസ്ട്രേഷൻ ഓഫീസിനില്ല. രജിസ്ട്രേഷൻ ഇല്ലെന്ന് കണ്ടെത്തിയത് മഹാരാഷ്ട്ര തൊഴിൽ വകുപ്പിന്റെ പരിശോധനയിൽ. UAPA പ്രകാരം നടപടിയെടുക്കാനുള്ള പ്രോസിക്യൂഷൻ അനുമതിയെ കുറ്റാരോപിതർക്ക് ചോദ്യം ചെയ്യാമെന്ന് സുപ്രീം കോടതി. നിരീക്ഷണം ജസ്റ്റിസുമാരായ CT രവികുമാർ, സഞ്ജയ് കരോൾ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേത്. രാജ്യത്തെ ക്ഷേത്രങ്ങളെ സർക്കാർ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. ക്ഷേത്രഭരണം ഹിന്ദുക്കൾക്ക് തിരിച്ചു നൽകാൻ സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണം. ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾക്ക് തിരിച്ചു നൽകുന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും VHP. ചെസ് ഒളിമ്പ്യാഡിൽ വിജയിച്ചെത്തിയ തമിഴ്നാട്ടിലെ താരങ്ങൾക്ക് 25 ലക്ഷം രൂപ നൽകി സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി സ്റ്റാലിൻ നേരിട്ടെത്തി പാരിതോഷികം വിതരണം ചെയ്തു. ഗുജറാത്തിൽ ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിച്ച 3 റെയിൽവേ ജീവനക്കാർ പിടിയിൽ. അറസ്റ്റിലായത് ട്രാക്കർമാരായ സുഭാഷ് പേദോർ, മനീഷ് കുമാർ, ശുഭം ജയ്സ്വാൾ എന്നിവർ. കൊൽക്കത്തയിലെ ട്രാം സർവീസ് നിർത്തലാക്കാനൊരുങ്ങി ബംഗാൾ സർക്കാർ. ട്രാം സർവീസ് ഇനി മുതൽ ഒരു റൂട്ടിൽ മാത്രമെന്ന് ഗതാഗത മന്ത്രി സ്നേഹാസിസ് ചക്രബർത്തി. നോക്കാം രാജ്യാന്തര വാർത്തകൾ. ഗസയിൽ ആക്രമണം ഘടിപ്പിച്ച് ഇസ്രയേൽ. ബോംബാക്രമണത്തിൽ 9 പേർ കൂടി കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക്. US പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. ഗസ സംഘർഷം ചർച്ചയായി. സംഘർഷം അവസാനിപ്പിക്കാൻ സാധ്യമായ എല്ലാം ചെയ്യുമെന്ന് സംയുക്ത പ്രസ്താവന. ലെബനനിൽ തത്സമയ സംപ്രേഷണത്തിനിടെ ഇസ്രയേലിന്റെ വ്യോമാക്രമണം. ലെബനീസ് മാധ്യമപ്രവർത്തകൻ ഫൗദി ബൗദിയയ്ക്ക് പരിക്കേറ്റു. ഇസ്രയേൽ ആക്രമണത്തിൽ ലെബനന് പിന്തുണ പ്രഖ്യാപിച്ച ചൈന. ലെബനന്റെ പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കാൻ ചൈനയുടെ ഉറച്ച പിന്തുണയുണ്ടാകുമെന്ന് വിദേശകാര്യമന്ത്രി വാങ് യി. ആഫ്രിക്കയ്ക്ക് സഹായവുമായി അമേരിക്ക. 1 മില്യൺ എംപോക്സ് വാക്സിനുകൾ കൈമാറാൻ നീക്കം. ആഫ്രിക്കയ്ക്ക് $500 മില്യൺ ധനസഹായവും അമേരിക്ക നൽകും. ജപ്പാനിലെ നോട്ടോ മേഖലയിൽ കനത്ത മഴയിൽ മരണം 6. ആയിരക്കണക്കിന് പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രദേശത്ത് ഭൂചലനമുണ്ടായത് 9 മാസം മുമ്പ്. ഗസയിൽ ആശുപത്രികൾക്ക് നേരെ ആക്രമണം ഘടിപ്പിച്ച് ഇസ്രയേൽ. ആശങ്ക അറിയിച്ച് ലോകാരോഗ്യ സംഘടന. ഗസയിൽ പ്രവർത്തിക്കുന്നത് 16 ആശുപത്രികൾ മാത്രം. ടുണീഷ്യയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും. സൂസ് മേഖലയിൽ കാറുകൾ വെള്ളത്തിൽ ഒലിച്ചുപോയി. നിരവധി പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. ജോൺ ചുഴലിക്കാറ്റ് മെക്സിക്കോയിൽ കരതൊട്ടു. പ്രദേശത്ത് കനത്ത മഴ. ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. ലെബനനിലെ പേജർ സ്ഫോടനങ്ങൾ ചൂണ്ടിക്കാട്ടി വരാനിരിക്കുന്ന ഉത്സവ നാളുകളിൽ ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ട് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുരോ. ക്രിസ്മസ് സമ്മാനമായി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സ്വീകരിക്കുന്നതിനെതിരെയും മുന്നറിയിപ്പ്. കാരക്കാസിൽ നടന്ന യോഗത്തിലാണ് മദുരോയുടെ നിർദ്ദേശം. റിയാദ് അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് നാളെ തുടക്കമാകും. 800 പവലിയനുകളിലായി 2000-ലധികം പ്രാദേശിക, അറബ്, അന്തർദേശീയ പ്രസിദ്ധീകരണ സ്ഥാപനങ്ങളും ഏജൻസികളും പങ്കെടുക്കും. നോക്കാം ഇനി ബിസിനസ് വാർത്തകൾ. കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് കൂടുതൽ വിദേശ വിമാനങ്ങൾ. പോയിന്റ് ഓഫ് കോൾ പദവി വൈകില്ല എന്ന് ഉറപ്പ് ലഭിച്ചതായി മുഖ്യമന്ത്രി. കേന്ദ്ര സിവിൽ ഏവിയേഷൻ വകുപ്പുമായും സംസ്ഥാന സർക്കാർ ഉടൻ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയിലേക്കുള്ള 2ാം വരവിൽ ട്രാക്ക് മാറ്റിപ്പിടിച്ച് ഫോർഡ്. ആഗോള വിപണികളിലേക്കുള്ള ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങളിലായിരിക്കും ആദ്യഘട്ടത്തിൽ കമ്പനിയുടെ മുഖ്യ ശ്രദ്ധ. ഹരിത കപ്പലുകൾ നിർമ്മിക്കാനൊരുങ്ങി കൊച്ചിൻ ഷിപ്പ്യാർഡ്. 22,000 കോടി രൂപയുടെ 65 കപ്പലുകളുടെ ഓർഡർ ലഭിച്ചു. റിലയൻസ് ജിയോ എയർ ഫൈബർ കണക്ഷനിൽ പുതിയ ഓഫർ പ്രഖ്യാപിച്ച കമ്പനി. ദീപാവലിയോടനുബന്ധിച്ചുള്ള ഓഫറിൽ 1 വർഷത്തേക്ക് സൗജന്യ എയർ ഫൈബർ കണക്ഷൻ സ്വന്തമാക്കാൻ കഴിയും. പ്രാഥമിക ഓഹരി വിപണി പ്രവേശത്തിന് സ്വിഗ്ഗിക്ക് അനുമതി നൽകി സെബി. IPOയിലൂടെ $1.25 ബില്യൺ സമാഹരിക്കാം.
രാജ്യത്ത് പുതിയൊരു എയർലൈൻ കമ്പനി കൂടി വരുന്നു. ആഭ്യന്തര സർവീസുകൾക്ക് പ്രാധാന്യം നൽകിയെത്തുന്ന പുതിയ കമ്പനിയുടെ ആസ്ഥാനം ഉത്തർപ്രദേശ് ആയിരിക്കും. UP ആസ്ഥാനമായുള്ള ആദ്യത്തെ വ്യോമയാന കമ്പനിയുടെ പേര് ശംഖ് എയർ എന്നാണ്. നോക്കാം കായിക വാർത്തകൾ. അണ്ടർ-17 സാഫ് ഫുട്ബോളിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യ. മാലദ്വീപ്സിന് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്തു. യുവേഫ യൂറോപ്പ ലീഗ് ഫുട്ബോളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇന്ന് ആദ്യ മത്സരം. ഡച്ച് ക്ലബ്ബ് ട്വന്റിനെതിരായ മത്സരം രാത്രി 12:30. ഇംഗ്ലീഷ് ലീഗ് കപ്പിന്റെ 3ാം റൗണ്ട് പോരാട്ടങ്ങളിൽ കരുത്തരായ ആഴ്സണലും ലിവർപൂളും ഇന്നിറങ്ങും. ആഴ്സണൽ ബോൾട്ടനെയും ലിവർപൂൾ വെസ്റ്റ് ഹാമിനെയും നേരിടും. ISL-ൽ വിജയക്കുതിപ്പ് തുടരാൻ പഞ്ചാബ് FC ഇന്ന് കളത്തിൽ. എതിരാളികൾ ഹൈദരാബാദ് FC. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് മലപ്പുറം FC കണ്ണൂർ വാരിയേഴ്സ് പോരാട്ടം. രാത്രി 7:30 മലപ്പുറം പയ്യനാട് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ ജർമ്മനി ഹോക്കി പോരാട്ടം വീണ്ടും. ഒക്ടോബർ 23, 24 തീയതികളിലാണ് മത്സരം. പരമ്പര ജയിച്ച് പാരീസ് ഒളിമ്പിക്സ് സെമിയിലെ തോൽവിക്ക് കണക്ക് തീർക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇറാനി കപ്പിനുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിനെ പ്രഖ്യാപിച്ചു. ഋതുരാജ് ഗെയ്ക്വാദ് ടീമിനെ നയിക്കും. മുംബൈ ടീമിനെതിരായ മത്സരം ഒക്ടോബർ 1 ആരംഭിക്കും. റോഷൻ മാത്യു, നിമിഷ സജയൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ലിജിൻ ജോസ് സംവിധാനം ചെയ്യുന്ന ചേര എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി. ലൈൻ ഓഫ് കളേഴ്സിന്റെ ബാനറിൽ MC അരുണാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ഫാക്ട് ചെക്ക്. ബംഗ്ലാദേശിലേക്ക് ഇന്ത്യ വൈദ്യുതി വിതരണം ചെയ്യുന്നത് നിർത്തലാക്കിയെന്ന തരത്തിൽ പോസ്റ്റ് പ്രചരിക്കുന്നുണ്ട്. സർക്കാരിന്റെ പക്കൽ പണമില്ലാത്തതിനാലാണ് വൈദ്യുതി വിതരണം മുടങ്ങിയതെന്ന് പോസ്റ്റിൽ പറയുന്നു. ഇതോടെ ഇന്ത്യയിലേക്ക് ഹിൽസ മത്സ്യം ബംഗ്ലാദേശ് കയറ്റുമതി ചെയ്യുന്നത് നിർത്തലാക്കിയെന്നും വാർത്ത പ്രചരിക്കുന്നുണ്ട്. എന്നാൽ പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ലേറ്റസ്റ്റ് ന്യൂസ്. ലാഗോസ് വിമാനത്താവളത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. $3 മില്യൺ കൊക്കൈൻ പിടികൂടി. ഗുരുഗ്രാമിൽ മയക്കുമരുന്ന് വേട്ട. 2.7 കിലോ കഞ്ചാവ് പിടികൂടി. പ്രതി അറസ്റ്റിൽ. ശ്രീലങ്കയിൽ പാർലമെന്റ് പിരിച്ചുവിട്ട് പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ. കാലാവധി അവസാനിക്കാൻ 11 മാസം ശേഷിക്കെയാണ് നടപടി. നവംബർ 14 പൊതു തെരഞ്ഞെടുപ്പ്. ഗുജറാത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ക്രൂര പീഡനം. പ്രതി അറസ്റ്റിൽ. നോക്കാം ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെട്ട വിമാനത്തിൽ നിന്ന് പുക ഉയർന്നു. പുക ഉയർന്നതിനെ തുടർന്ന് വിമാനം വൈകി. സംഭവം യാത്രക്കാരിൽ ആശങ്ക പടർത്തി. ഉദയാപൂരിൽ പുള്ളിപ്പുലിയുടെ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. സൈന്യവും വനംവകുപ്പും ചേർന്ന് പുള്ളിപ്പുലിയെ പിടികൂടി. മുംബൈയിൽ മോഷ്ടാക്കളെന്ന് സംശയിച്ച് ആൺകുട്ടികളെ മർദ്ദിച്ച് നഗ്നരാക്കി. പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചുവെന്ന് പോലീസ്. വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്.